ഇത് ഈ വിസർഡ്സ് ഓഫ് ദി ക്രെംലിൻ. നല്ല നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം സിനിമയെക്കുറിച്ചിട്ടാണ്. നമ്മളുടെ സങ്കല്പങ്ങളുടെ മറു ചോദ്യം എന്നുള്ള രീതിയിൽ ഒരു വശത്ത് ലോകം മുഴുവൻ അറിയുന്ന വ്ളാഡിമിർ പുടിനെ പോലൊരു അതിശക്തനായിട്ടുള്ള ഭരണാധികാരി, മറുവശത്ത് അയാളെ അധികാര കസേരയിൽ ഇരുത്തുവാനും ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ചിന്താഗതിയെ മാറ്റി എഴുതുവാനും പിന്നിൽ പ്രവർത്തിച്ച ഒരു ബുദ്ധി കേന്ദ്രം. അതെ, ഇവർ തമ്മിലുള്ള ആ നിഗൂഢമായ ബന്ധത്തിൻ്റെ കഥയാണ് ഇത് വിസർഡ്സ് ഓഫ് ദി ക്രെംലിൻ എന്ന് പറയുന്ന പുതിയ പൊളിറ്റിക്കൽ ത്രില്ലർ പറയുന്നത്. ഒളിവിയർ അസിയാസ് ആണ് ഈ സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജുലിയാന ഇതി എബോളി എഴുതിയ പ്രശസ്തമായിട്ടുള്ള ഫ്രഞ്ച് നോവലാണ് ഈ സിനിമയുടെ ആധാരം എന്ന് പറയാം. അല്ലെങ്കിൽ ഈ സിനിമ റഷ്യൻ രാഷ്ട്രീയത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെയും പുടിൻ്റെ ഉപദിനാശായിട്ടുള്ള വ്ളാഡിസ്ലോവ് സുർക്കോവ് എന്ന് പറയുന്ന വ്യക്തിയെയും അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ 1990കളിലാണ്. അവിടെ തുടങ്ങുകയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. അതായത് ഒരു ടി വി അവതാരകനോട് തൻ്റെ ഭൂതകാലം പറയുന്ന വിധത്തിലാണ് സിനിമയുടെ ഒരു നരേഷൻ പോകുന്നത്. പോൾ ഡാനോ അവതരിപ്പിക്കുന്ന വാദിം ബാരാദാവ് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ കഥ മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ വെറുമൊരു നാടക പ്രവർത്തനമായിട്ടുള്ള വാദിം പിന്നീട് റിയാലിറ്റി ടി വി ഷോകളിലൂടെ തന്ത്രങ്ങൾ മെനഞ്ഞ് മാധ്യമങ്ങളെ നിയന്ത്രിച്ച് പുടിനെ അധികാരത്തിലെത്തിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ആ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഒരു അമേരിക്കൻ മാധ്യമപ്രവർത്തനോട് തൻ്റെ ഭൂതകാലത്തെ ഓർത്തെടുത്ത് പറയുന്ന രീതിയിലാണ് സിനിമയുടെ നരേഷൻ എന്ന് പറയുന്നത്. ഇനി അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ജൂഡ് ലോയാണ്. വ്ളാഡിമിർ പുടിനെ പോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പകർന്നാട്ടം രൂപത്തിൽ വലിയ സാമ്യമില്ലെങ്കിൽ പോലും പുടിൻ്റെ പോലുള്ള ആ ഒരു നടപ്പ്, നിൽപ്പ്, ഷേക്കൻഡ് കൊടുക്കുന്ന രീതി, അതൊക്കെ നല്ല അവിസ്മയനായിട്ടുള്ള രീതിയിൽ അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മറുവശത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച പോൾ ഡാനോ വളരെ ശാന്തനായിട്ടുള്ള ഒരു പ്രകടനമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ സിനിമയിൽ ഉടനീളം ഒരേ ശബ്ദത്തിലും ഒരേ ഭാവത്തിലും സംസാരിക്കുന്നത് ചിലപ്പോഴെങ്കിലും എനിക്കൊരു എന്തോ ഒരു അഭിനയം അറിഞ്ഞുകൂടാത്തത് പോലെ ഒരു ഫീല് പോയി. അതുപോലെ തന്നെ ആലിയ വിക്ടറും അതോടൊപ്പം ജോഫ്രി നെറ്റോയും ഒക്കെ ഈ സിനിമയിൽ ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒന്നും ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെലിവിഷനും മാധ്യമങ്ങളെ ഉപയോഗിച്ച് എങ്ങനെയാണ് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ന് ആ ഒരു സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. റഷ്യൻ കാഴ്ചപ്പാടിലൂടെയാണ് കാര്യങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നതും ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇതൊരു ആക്ഷൻ പടമോ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലറോ ഒന്നുമല്ല. ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ഡയലോഗുകളുള്ള ഒരു ടോക്കിംഗ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ ചിത്രം പലയിടത്തും വലിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലെ പല വിഷയങ്ങളും ചുരുക്കി പറയാതെ എനിക്ക് തോന്നുന്നത് ഒരു വെബ് സീരീസ് ആയിട്ട് കുറച്ചുകൂടി വിശാലമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വിഷയത്തെ എത്തിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി നിരന്തരം പത്രം വായിക്കുകയോ അല്ലെങ്കിൽ മീഡിയാസ് ശ്രദ്ധിക്കുന്നവരും ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ കഥകളെക്കുറിച്ചും അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു 2.25 മണിക്കൂർ കൊണ്ട് മാത്രം പറഞ്ഞു തീർക്കാവുന്ന ഒരു സ്റ്റോറി അല്ല ഇതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വെബ് സീരീസ് ആയിട്ട് ഒന്ന് ബിൽഡ് ചെയ്തിരുന്നുവെങ്കിൽ കീടലമാകുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ചുരുക്കി പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡ്രാമകളും ചരിത്രവുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ജൂഡ് ലോയുടെ മികച്ച പ്രകടനവും കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സിനിമയെക്കുറിച്ചുള്ള മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്